ഹായ് ഗൈസ്, എർത്തിൽ നിന്ന് 55 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അപ്പുറത്തുള്ള ഒരു ബ്ലാക്ക് ഹോളിന്റെ പിക്ചർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഫോട്ടോ എടുത്തിട്ടുള്ള MIT7 എന്ന് പറഞ്ഞ ബ്ലാക്ക് ഹോൾ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പേസിൽ ഏറ്റവും അസ്റ്റോണിഷിംഗ് ഒബ്ജക്ട്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കോസ്മിക് ഒബ്ജക്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോൾസിനെ പറ്റിയാണ്. എപ്പോഴും കുട്ടികൾ ചോദിക്കുന്നതാണല്ലേ, സർ എന്താണ് ഈ ബ്ലാക്ക് ഹോൾ? അപ്പൊ നമ്മൾ ബ്ലാക്ക് ഹോൾസിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബ്ലാക്ക് ഹോളിന്റെ പിക്ചർ ചോദിച്ചാൽ സയൻസ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു പിക്ചർ. ഓക്കെ, ഈ ഗ്ലോവിംഗ് പാർട്ട് ഉണ്ടല്ലോ, ഇത് ആക്ച്വലി അതിന്റെ സ്വേൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാസ്മ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരു അക്രിയേഷൻ ഡിസ്ക് ആണിത്. ഓക്കെ, ഇതിന്റെ ഉള്ളിലുള്ള ഈ ബ്ലാക്ക് പാർട്ടാണ് ബ്ലാക്ക് ഹോൾ. അതിന്റെ ഫോട്ടോ നമുക്ക് എടുക്കാൻ കഴിയില്ല. ഓക്കെ, കാരണം എന്താ, ബ്ലാക്ക് ഹോള് ഇറ്റ് ഡസന്റ് എമിറ്റ് ലൈറ്റ്. നമുക്ക് ഒരാളെ ലൈറ്റ് എമിറ്റ് ചെയ്താൽ അയാളെ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് ചുറ്റുമുള്ള ഈ അക്രിയേഷൻ ഡിസ്ക് ഇവിടെ നോക്കുക, നമ്മൾ ഇതൊന്ന് ടിൽറ്റ് ചെയ്താൽ ഇതുപോലെയായിരിക്കും ബ്ലാക്ക് ഹോൾ കാണാം. ഓക്കെ, അപ്പൊ ഈ അക്രിയേഷൻ ഡിസ്ക്, ഓക്കെ, ഇതുപോലെ ഗ്യാസസും അതുപോലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ അടങ്ങിയ ഈ അക്രിയേഷൻ ഡിസ്ക് അയാൾ ലൈറ്റ് എമിറ്റ് ചെയ്യും. അയാളെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ ആണിത്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഒരു ഇവാൻ ഹൊറൈസൺ ഉണ്ട്. അതിന്റെ ഏറ്റവും സെന്ററിൽ ഇതിന്റെ സിംഗുലാരിറ്റി ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബ്ലാക്ക് ഹോളിന്റെ പിക്ചർ എന്ന് ചോദിച്ചാലേ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പിക്ചർ. ഓക്കെ, അപ്പൊ എന്താണ് ഒരു ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ഹോൾ ഫോം ചെയ്യുന്നത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഒരു സ്റ്റാറിന്റെ ഡെത്ത് ആണ് ബ്ലാക്ക് ഹോൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ എല്ലാ സ്റ്റാർസും ബ്ലാക്ക് ഹോൾസ് ആവോ? ഇല്ല, ഒരു പെർട്ടിക്കുലർ സൈസ് ഉള്ള ബ്ലാക്ക് സ്റ്റാർസ് മാത്രമാണ് ബ്ലാക്ക് ഹോൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, നോർമൽ സ്റ്റാർസ് വൈറ്റ് ഡോഫ് ആയിട്ട് മാറും. ഓക്കെ, പിന്നെയും മാസീവ് ആയിട്ടുള്ള സ്റ്റാർസ് ചിലത് ന്യൂട്രോൺ സ്റ്റാർസ് ആവും. വെരി ലാർജ് സ്റ്റാർസ് മാത്രമാണ് ബ്ലാക്ക് ഹോൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഡെത്ത് ഓഫ് എ സ്റ്റാർ, ഓക്കെ, അതിന്റെ ഫ്യൂവൽസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ന്യൂക്ലിയർ ഫ്യൂഷൻ മുഖേനയാണ് സ്റ്റാർസ് എന്തുണ്ടാക്കുന്നത്, ഫ്യൂവൽ ഉണ്ടാക്കുന്നത്, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഫ്യൂഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യും, ഈ ഹൈഡ്രജൻ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിയും കുറച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഈ എനർജി റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രഷറാണ് ആക്ച്വലി ഇതിന്റെ ഗ്രാവിറ്റിന്ന് കൊളാപ്സ് ചെയ്യുന്നതിന് രക്ഷപ്പെടുത്തുന്നത് അല്ലെ. ഒരാള് എന്താ നോക്ക്, ഇവിടേക്ക് ഇങ്ങനെ ഗ്രാവിറ്റി വലിച്ചുകൊണ്ടിരിക്കും അല്ലെ, ഗ്രാവിറ്റി ഇങ്ങനെ പുൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ ഗ്രാവിറ്റിനെ ബാലൻസ് ചെയ്യുന്നത് ആരാണ്? ഈ ഹൈഡ്രജൻ ഫ്യൂഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ മുഖേന ഉണ്ടാവുന്ന പ്രഷറാണ്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യും, ഈ ഫ്യൂവൽ എന്ത് ചെയ്യും, കത്തിത്തീർന്നാൽ എന്താ സംഭവിക്കുക? കത്തിത്തീർന്നാലേ ഈ ഗ്രാവിറ്റി ഈ ഫ്യൂഷന്റെ പ്രഷറിനെ ഓവർകം ചെയ്യും. നമ്മുടെ സ്റ്റാർസ് എന്ത് ചെയ്യും, ഇംപ്ലോഡ് ചെയ്യും. ഓക്കെ, മനസ്സിലാക്കുക, ഫ്യൂഷൻ ഉണ്ട്, ഗ്രാവിറ്റി ഉണ്ട്. ഫ്യൂഷൻ ഇങ്ങനെ ഇയാൾ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നു, ഗ്രാവിറ്റി ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നു. ഈ ഫ്യൂഷൻ ഫ്യൂവൽസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഫ്യൂവൽ കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഇംപ്ലോഡ് ചെയ്യും, ഒരു ലാർജ് മാസ് ആകും. വെരി ടൈനി സ്പേസിലുള്ള അല്ലെങ്കിൽ വോളിയം വളരെ കുറഞ്ഞിട്ടുള്ള ലാർജ് മാസ്, ഹയർ ഡെൻസർ ആയിട്ടുള്ള ഒരു മാസ്. ഓക്കെ, ദേ ആർ ഹ്യൂജ് കോൺസെൻട്രേഷൻസ് ഓഫ് മാറ്റർ പാക്ഡ് ഇൻ ടു ടൈനി സ്പേസസ്. അതാണ് നമ്മളൊരു ബ്ലാക്ക് ഹോള്. ഓക്കെ, അപ്പൊ ഒരു സ്റ്റാറിന്റെ ഡെത്ത്, പക്ഷേ ഒരു ലാർജ് മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാറിന്റെ ഡെത്ത്. ഓക്കെ, ഗ്രാവിറ്റി ഈ ഫ്യൂഷന്റെ പ്രഷറിനെ ഓവർകം ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ടീനി സ്പേസിലുള്ള ലാർജ് മാസ്, അതാണ് നമ്മുടെ ബ്ലാക്ക് ഹോള്. ഓക്കെ, ഇനി ഇതിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇത് ആക്ച്വലി ഇതിന് സയന്റിസ്റ്റുകൾ പറയുന്നത് ഇതിനൊരു സെൻട്രൽ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ സിംഗുലാരിറ്റി എന്നാ പറയാം. എന്താ സിംഗുലാരിറ്റി? ഇൻഫൈനൈറ്റ് ഡെൻസർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്. നമുക്കത് ആലോചിക്കാനും കൂടി പറ്റില്ല. അതായത് 0 വോളിയം പക്ഷെ ഇൻഫിനിറ്റ് മാസ്. അപ്പൊ ഡെൻസിറ്റി എത്രയാ? ഇൻഫിനിറ്റ് ഡെൻസിറ്റി. അങ്ങനത്തെ ഒരു പോയിന്റ് ആയിരിക്കും അതിന്റെ സെന്റർ, സിംഗുലാരിറ്റി. പിന്നെ അതിന് ചുറ്റും എന്തുണ്ട്, ഒരു ഇവൻ ഹൊറൈസൺ ഉണ്ട്, ഇവൻ ഹൊറൈസൺ. ഓക്കെ, ആ ഇവൻ ഹൊറൈസൺ ആണ് ഇതിന്റെ ഗ്രാവിറ്റിന്റെ സ്പേസ് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇതിന്റെ ഉള്ളിലോട്ട് വന്നാൽ പിന്നെ ലൈറ്റ് പോലും രക്ഷപ്പെടില്ല എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് ഇതിനുള്ളിൽ അത്രക്കും ഗ്രാവിറ്റിയാണ്. ആ ഇവൻ ഹൊറൈസൺ ആണ് ഇയാളെ ബൗണ്ടറി ഡിഫൈൻ ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിലോട്ട് നിങ്ങൾ കടന്നോ, ഈവൻ എസ്കേപ്പ് വെലോസിറ്റി ഇൻഫൈനൈറ്റ്, ലൈറ്റിന്റെ സ്പീഡ് പോയാൽ പോലും എന്ത് ചെയ്യില്ല, രക്ഷപ്പെടാൻ പറ്റൂല. ഓക്കെ, അപ്പൊ അതിന് പുറത്താണ് നമ്മുടെ അക്രിയേഷൻ ഡിസ്ക് ഉള്ളത്. അതായത് ഇവിടെ നോക്കിയ അക്രിയേഷൻ ഡിസ്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗ്ലോവിംഗ് ആയിട്ടുള്ള ഡസ്റ്റ് ഗ്യാഷ്യസ് പാർട്ടിക്കിൾസ്, അതാണ് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചറിലൊക്കെ കാണുന്നത്. ഓക്കെ, ഗ്രാവിറ്റി ഈസ് ഹൈ, ഈവൻ ലൈറ്റ് കാൺ എസ്കേപ്പ് ആഫ്റ്റർ ദ ഇവൻ ഹൊറൈസൺ. ഓക്കെ, അപ്പൊ സിംഗുലാരിറ്റിനോട് അടുക്കുന്നോറും എന്ത് ചെയ്യും, സിംഗുലാരിറ്റി, ഇവൻ ഹൊറൈസൺ, അതാണ് അതിന്റെ ഒരു ബൗണ്ടറി. അതിനപ്പുറത്ത് അക്രിയേഷൻ ഡിസ്ക് ആണ്.
ഓക്കെ, ഇവിടെ നോക്കി, ഇത് നോക്കി, ഒരു സ്ഫിയർ പോലെ അല്ലെ, ഒരു ബബിള് പോലെ. നിങ്ങൾ ഇൻട്രസ്റ്റെല്ലർ എന്ന് പറഞ്ഞ മൂവിയിലെല്ലാം കണ്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ലൈറ്റ് വന്നാൽ എന്ത് ചെയ്യും? ലൈറ്റ് അതിന് ചുറ്റും ബെൻഡ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുള്ള ഒരു സിമുലേഷൻ ആണ് കേട്ടോ. ഒറിജിനൽ പിക്ചർ അല്ല, നാസയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഒരു സിമുലേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ബ്ലാക്ക് ഹോൾസ് ഐൻസ്റ്റീൻ ആദ്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തില്ലായിരുന്നു. നമ്മൾ പിക്ചറിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ഇത് എന്ത് ചെയ്തിട്ടില്ല, നമുക്കിത് ബ്ലാക്ക് ഹോൾസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഐൻസ്റ്റീൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലെ നമ്മുടെ സ്പേസ് ടൈം കർവേഴ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനത്തിനെ പറ്റി പ്രെഡിക്റ്റ് ചെയ്യുന്നത്, ബ്ലാക്ക് ഹോൾസ്. ഓക്കെ, ഈവൻ ഐൻസ്റ്റീൻ പോലും ഈ സാധനം ഇൻ റിയാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന വിചാരിച്ചിട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, കാരണം അത്രക്കും എന്താണ് ഒരു അസ്റ്റോണിഷിങ് ഫീച്ചർ ആണ് അല്ലെ, നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല ഇങ്ങനത്തെ ഒരാള്. ഓക്കെ, ഇത്രയും ഗ്രാവിറ്റി ഉള്ള ഒരാള്, ഈവൻ ലൈറ്റ് കാണ്ട് എസ്കേപ്പ്, അത്രക്കും എസ്കേപ്പ് വെലോസിറ്റി ഉള്ള ഒരാള്. ഓക്കെ, അത്രക്കും മാസീവ് ആയിട്ടുള്ള ഒരാള്. ഓക്കെ, അപ്പൊ എന്താണ്, ഇതൊരു തിയററ്റിക്കൽ ആയിട്ട് ഐൻസ്റ്റീന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇതൊരു പ്രഡിക്ഷൻ ആയിരുന്നു, മാത്തമാറ്റിക്കൽ പ്രഡിക്ഷൻ മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു, നമ്മൾ അതിന്റെ പിക്ചർ വരെ എടുത്തു എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് നമ്മൾ അതിന്റെ പിക്ചർ വരെ എടുത്തു. സോ തിയററ്റിക്കലി മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ബ്ലാക്ക് ഹോൾസ് പിന്നീട് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത, അല്ലെങ്കിൽ സ്പേസിനെ പറ്റി നമ്മൾ പറയുമ്പോഴൊക്കെ നമ്മുടെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ഫീച്ചർ ആയിട്ട് മാറി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു റേഞ്ച് നിങ്ങൾ നോക്കാം. ഓക്കെ, ബ്ലാക്ക് ഹോൾസിന്റെ റേഞ്ച് മെയിൻ ആയിട്ട് 3-4 ടൈപ്പ് ആയിട്ടാണ് നമ്മുടെ ബ്ലാക്ക് ഹോൾസിനെ നമ്മൾ തരം തിരിച്ചിട്ടുള്ളത്. സ്റ്റെല്ലാർ, ഇന്റർമീഡിയറ്റ്, സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ്. ഓക്കെ, ഇതെല്ലാം സണ്ണിന്റെ സൈസ് ആയിട്ടുള്ള കമ്പാരിസൺ ആണ് കേട്ടോ. സോ സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞാൽ അറൌണ്ട് ഒരു 10 to 70 സൈസ് ഓഫ് നമ്മുടെ സൺ ആയിരിക്കും. ഓക്കെ, വളരെ ഹ്യൂജ് സൈസ് ഉള്ള ബ്ലാക്ക് ഹോൾസിനെയാണ് നമ്മൾ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ ഈ ടൈപ്പ് ഓഫ് ബ്ലാക്ക് ഹോൾസ്, സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് നമ്മുടെ ഗാലക്സിന്റെ സെന്ററിലൊക്കെ കാണപ്പെടുന്നതാണ് പറയുന്നത്. ഓക്കെ, അതായത് ഈവൻ നമ്മുടെ മിൽക്കി വേ ഗാലക്സിന്റെ സെന്ററിലും ആരുണ്ട്, ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിന്റെ സെന്ററിൽ ഇങ്ങനെ ഗ്യാഷ്യസ് പാർട്ടിക്കിൾസ്, അതുപോലെ ഹൈഡ്രജനും ഹീലിയൊക്കെ ഇങ്ങനെ സ്വേൾ ചെയ്യുന്ന ഒരു റീജിയൻ കണ്ടെത്തിയത് സിമുലേഷൻ ആണ്. ഓക്കെ, നമ്മുടെ നാസന്റെ വെബ്സൈറ്റിലുള്ളതാണ് അഗെയിൻ. ഓക്കെ, അപ്പൊ നോക്കാം, ഇവിടെ ആയിരിക്കും ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് നമ്മുടെ ഗാലക്സിയിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ മിൽക്കി വേ സൈസുള്ള ഗാലക്സിയുടെ എല്ലാ ഗാലക്സിയുടെയും സെന്ററിൽ ഇത്തരം സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അഗെയിൻ ഇതൊരു 2 സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസിന്റെ സിമുലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ഹോൾസിനെ പറ്റി ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ നിങ്ങളെ എക്സൈറ്റ് ചെയ്യുന്ന കോസ്മിക് ഒബ്ജക്ട്സോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫിസിക്സിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം, ഈ വീഡിയോ ലൈക്ക് ചെയ്യാം, ഇതുപോലത്തെ വീഡിയോസിനായി ചാനൽ ഫോളോ ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.